ചുവന്ന് മനോഹരമായ ഈ അശോക ചെടികളെയും കണ്ടുകൊണ്ട് ഈ ചെറിയ വഴികളിലൂടെ പോകുന്നത് ഒരു ചെറിയ പാലത്തിലേക്കാണ്. ചുറ്റിനും മുളകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുകയാണ് ഈ ചെറിയ പാലത്തിന്. അതുകൊണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതൊരു ചെറിയൊരു പുഴയും അവിടെ കാണാം. അതിൻ്റെ ഓളമിട്ടുന്ന ശബ്ദവും കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇതൊരു വനമേഖലയായതിനാൽ ഇവിടെ തിരക്ക് വളരെ കുറവാണ്. പുഴയിലെ വെള്ളം കുത്തി ഒലിച്ചു പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ചുറ്റിനും പച്ചപ്പാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ എത്തിയത്. പരക്കോട് ശ്രീ ദുർഗാദേവി ക്ഷേത്രം. ഇപ്പോൾ ഇവിടെ വലിയ പൂജയോ മറ്റു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ വളരെ തിരക്ക് കുറഞ്ഞ സമയമാണ്. അങ്ങനെ അമ്പലം അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്ര വലുതാണ്. ഒരു ചെറിയ കുളവും അതിന് ചുറ്റുമായി കുറേ കാട്ടുവള്ളികളും മറ്റ് ചില വൃക്ഷങ്ങളും കിളികളുടെ ശബ്ദവും പിന്നെ ഈ അമ്പലവും എല്ലാം കാണുമ്പോൾ തന്നെ വളരെ നല്ല ഭംഗിയാണ്. അമ്പലത്തിൻ്റെ മുൻവശത്തെ കാഴ്ചയാണിത്. ഉള്ള ക്യാമറ നിരീക്ഷണത്തിലാണ് ഈ ക്ഷേത്രം. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രവും കാണാം. ഇവിടെ മാടനാണ് പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തെ വളരെ മനോഹരമാക്കുന്ന ഈ മുന്നിലുള്ള കൽവിളക്കാണ്. ക്ഷേത്രത്തിന് പിറകുവശത്തേക്ക് ചെല്ലുമ്പോൾ കൂടുതലും ചെടികളും ഈ കാണുന്ന ഈ ചെടി തത്തമ്മ ചെടി എന്നാണ് ഇവിടെ പറയുന്നത്. അത് കാണാനും പറ്റി. കല്ലിൽ തീർത്ത ഈ ശില കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ സർപ്പക്കാവാണ്. അത് ചുറ്റും കാട്ടുവള്ളികളാൽ മനോഹരമാക്കി കൊടുത്തിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ ഒരു വലിയ ആൽമരം കാണാൻ സാധിക്കുന്നുണ്ട്. പതിയെ ഇവിടെ നിന്ന് പോവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ശരി.